ഇന്ന് 11 മണിയോടുകൂടിയാണ് അവസാനമായി മിഥുൻ ഈ സ്കൂളിലേക്ക് വരിക. അവൻ വലിയ ആഗ്രഹത്തോടു കൂടി വന്ന സ്കൂളായിരുന്നു. ഈ വർഷമാണ് ഈ സ്കൂളിലേക്ക് മിഥുൻ പ്രവേശനം നേടിയത്. ഏറ്റവും വലിയ ആഗ്രഹം ഇവിടെ NCC യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ പങ്കെടുക്കുക, ഒപ്പം തന്നെ അതിലൂടെ ഒരു സൈനികനാവുക എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തേവലക്കര ബോയ്സ് സ്കൂളിലേക്ക് അവൻ പ്രവേശനം നേടിയത്. ആ കുഞ്ഞ് ഇപ്പോൾ ചേതനയേറ്റ് ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇവിടേക്ക് എത്തും. 12 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. പക്ഷേ 12 മണി അല്ല, അതിൽ കൂടുതൽ സമയം നീളാനാണ് സാധ്യത. ഇവിടെയൊക്കെ തന്നെ ഇതിൻ്റെ ചിത്രങ്ങളടങ്ങിയ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ തന്നെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കാര്യം ഓരോ ആൾക്കാർക്ക് അവനെ സ്നേഹിക്കുന്ന, അവൻ്റെ ഒരു ദാരുണമായിട്ടുള്ള ഒരു അന്ത്യത്തിൽ വിഷമിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തന്നെ ആ കുഞ്ഞിനൊരു യാത്രാമൊഴി നൽകാൻ വേണ്ടി എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഇപ്പോഴത്തെ കുറേയേറെ ആൾക്കാർ ഈ പ്രദേശത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടിയാണ് ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിക്കുക. 12 മണി വരെ ഇവിടെ പൊതുദർശനം ഉണ്ടാകും. നാനാ തുറകളിലുള്ള രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ നാനാ തുറകളിൽപ്പെട്ട ആൾക്കാർ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തും. അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകും. വീട്ടിൽ വൈകിട്ട് 5 മണിയോടുകൂടി, 4 മണിയാണ് പറഞ്ഞിരിക്കുക, 5 മണിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കാര്യങ്ങൾ കടക്കുക. അതിദാരുണമായിട്ടുള്ള ഒരു അന്ത്യമാണ് ആ കുഞ്ഞിന് സംഭവിച്ചത്. അത് ഇവിടുത്തെ ഒരു സംവിധാനത്തിൻ്റെ അനാസ്ഥ തന്നെയാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജീവനാണ് നഷ്ടമായത്, ആ കുടുംബത്തിനാണ് നഷ്ടമായത്. ആ നഷ്ടം വലിയ വിടവ് തന്നെയാണ്. ആ നഷ്ടം നികത്താനാകാത്തത് തന്നെയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ 11 മണിയോടുകൂടി തന്നെ ആ കുഞ്ഞിൻ്റെ ഭൗതിക ശരീരം ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തേവലക്കരയിലേക്ക് എത്തിക്കും. വിലാപയാത്രയായിട്ടാണ് എത്തിക്കുന്നത്. എടുത്തു പറയേണ്ടത്, വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിൽ ജീവിച്ച ഒരു കുഞ്ഞാണ്. ആ കുഞ്ഞുങ്ങൾ ഒരു അനിയൻ കൂടി ഉണ്ട്. കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി അമ്മ തുർക്കിയിലേക്ക്, കുവൈറ്റിലാണ് ജോലി, കുവൈറ്റിൽ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അതിൻ്റെ 3 മാസം മാത്രമാണ് മുമ്പാണ് അവർ അവിടേക്ക് പോയത്. ആ കുടുംബത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് മൂലമാണ് അവർ അവിടേക്ക് പോയത്. അതിനുശേഷം ഈ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ആ കുഞ്ഞിന്, മിഥുന്, ഇവിടുത്തെ അധ്യാപകർ സ്വന്തം അമ്മയെപ്പോലെയായിരുന്നു. അവരുടെ ക്ലാസ് ടീച്ചറായിട്ടുള്ള റൂബി ടീച്ചറോട് നമ്മൾ ഇതിനെ സംസാരിച്ചതാണ്. അപ്പോൾ അവർ പറയുന്ന വീട്ടിലെ ബുദ്ധിമുട്ടുകളും, അമ്മ വിദേശത്ത് പോയ കാര്യം, അമ്മ വൈകിട്ട് രാത്രിയിൽ ഫോണിൽ വിളിക്കുന്ന തീരാ നോവായി മാറിയിരിക്കുകയാണ് മിഥുൻ ഓടിക്കളിച്ചിരുന്ന ആ സ്കൂളിലേക്കാണ് ഇന്ന് ജീവനറ്റവൻ എത്തുന്നത്. 11 മണിയോടുകൂടി സ്കൂളിലേക്ക് എത്തുമെന്നുള്ള വിവരങ്ങളാണ് കണ്ണൻ നായർ നൽകുന്നത്. അവൻ ഓടിക്കളിച്ച സ്കൂളിൽ ഇങ്ങനെ അവൻ തിരികെ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല.